സൂര്യനെല്ലിയുടെ PD ഗ്രേഡ്. ഇത് വാംടിയാണ് കേട്ടോ. വാംടിയുടെ RD ഗ്രേഡിൽ വരുന്നതാണ്. അപ്പൊ ഇതൊരു 5 എണ്ണം ഉണ്ട് ഇവിടെ. ഇത് മയൂരയാണ്. മയൂര SFD ആണ്. പൊടിത്തയില ഹോട്ടൽ ബ്ലെൻഡിനൊക്കെ എടുക്കാൻ പറ്റിയ പൊടിത്തയിലയാണ്. ഇത് നമുക്ക് പഴയ ഒരു ഗ്ലെൻലോറിന് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വാംടി, അത്യാവശ്യത്തിലേക്കുള്ള വാംടിയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളത് വാംടി SRD ആണ്. കാരണം ഇത് ഓണത്തിന് ഇപ്പോഴേ നമ്മളിത് എടുത്തു വെച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ല, ഓണത്തിന്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടത്തില്ല. അന്നേരം നമ്മൾ ചെന്നിട്ട് ഓണത്തിന് 5 10 ഒക്കെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരും. അതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ വാംടി നേരത്തെ കൂട്ടി തന്നെ എടുത്തു വെക്കുന്നത്. ഇത് ചിന്നാർ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു വെച്ച ചിന്നാറാണ്. ചിന്നാറിന്റെ PD ആണ്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തു വെച്ചതാണ്. അപ്പൊ ഇത് 35 കിലോ വരുള്ളൂ. അത്യാവശ്യം നമുക്ക് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ട ഐറ്റമാണിത്, ചിന്നാറ്. പിന്നെ സെമിനി വാലി ഉണ്ട്. സെമിനി വാലി RD ആണ്. സെമിനി വാലി RD ആണ്. രണ്ട് ബ്രാൻഡാണ്, ഒരു കമ്പനിക്കാരുടെ ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സെമിനി വാലിയും ചിന്നാറും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഈ വരുന്ന ഓണത്തിന് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഹോട്ടൽ ബ്ലെൻഡ് ഉദ്ദേശിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ, ഇപ്പൊ മയൂര, അതോടൊപ്പം തന്നെ അത്തിക്കുന്ന്, സൂര്യനെല്ലി പോലുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ എടുത്തു വെക്കുവാണെങ്കിൽ ഓണത്തിന്റെ ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് നമ്മളൊരു ഓപ്ഷൻ ഡീലറിനെ സമീപിക്കുമ്പോൾ അവിടെ ഒരുപക്ഷെ നന്നായിട്ട് വില കൂടിയിട്ടുണ്ടാവും. കഴിഞ്ഞ ഓണത്തിന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ കണ്ണൻദേവന്റെ ഒരു ബ്രാൻഡ് എടുത്തു വെക്കാതെ ഓണത്തിന്റെ ആ ഒരു സമയമാകുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 എണ്ണം കൂടെ എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തില്ല. അങ്ങനെ ചിങ്ങം ആ ഒരു സമയം ആയപ്പോഴത്തേക്കും ഈ കല്ലാറിന് നമ്മളെ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ കല്ലാർ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ ഓപ്ഷൻ ഡീലേഴ്സിന്റെ അടുത്ത് കല്ലാറുണ്ടോ എന്ന് ചോദിച്ച് ബ്രാൻഡ് ഒരു 5 എണ്ണത്തിന് വേണ്ടി ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും കല്ലാറ് ഓപ്ഷനിൽ ലേലത്തിൽ പോലും കല്ലാറില്ല. കണ്ണൻദേവന്റെ വേറൊരു ബ്രാൻഡാണ് എനിക്ക് വിരിപ്പാറ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് കണ്ണൻദേവന്റെ കിട്ടിയത്. കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായാലും എത്രയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ആ ഓണത്തിനൊക്കെ ഒരു ബ്രാൻഡൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കച്ചവടത്തിന് അത് ബാധിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു പക്ഷേ നല്ല ബ്രാൻഡായിരിക്കും വിരിപ്പാറ എന്ന് പറഞ്ഞ ബ്രാൻഡ്, നല്ല ക്വാളിറ്റിയും നല്ല തേയിലയായിരിക്കും കണ്ണൻദേവന്റെ ആ ഒരു ബ്രാൻഡൊക്കെ വരുന്നത്. പക്ഷെ ആളുകളുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ ഈ ബ്രാൻഡ് കിട്ടാതെ, ഇപ്പൊ എന്റെ കയ്യില് ആ കല്ലാറ് സ്റ്റോക്ക് ഇരിക്കെ തന്നെയാണ് ഞാൻ ഈ വിരിപ്പാറയും കൂടെ എടുത്ത് വെക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് രണ്ടും കൊണ്ടുപോവാം. ഞാൻ ലൈനിൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് എനിക്ക് രണ്ടും കൊണ്ടുപോയിട്ട് അവരോട് പറയാം ദേ എന്റെ കയ്യിൽ. അപ്പൊ കടക്കാർക്ക് ഒരു വിശ്വാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കയ്യില് ഇതുണ്ട്, കല്ലാറുണ്ട്. കല്ലാറ് ഇരിക്കെ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് വിരിപ്പാറ എന്ന് പറഞ്ഞത് ഈ ഒരു ബ്രാൻഡ് ഒന്ന് എടുത്തു നോക്കി പ്രാവശ്യത്തേക്ക് ഇതൊന്ന് എടുത്തു നോക്കുന്നത് പറഞ്ഞത്. അല്ലെങ്കിൽ അവർ ഓർക്കണം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കല്ലാറില്ല, വണ്ടിയിൽ നോക്കുമ്പോഴത്തേക്കും കല്ലാറില്ല, വിരിപ്പാറയാണ് കയറ്റി വെച്ചേക്കുന്നത്. അപ്പൊ ഈ വിരിപ്പാറയേ ഉള്ളൂ, കല്ലാറില്ലാത്തത് കൊണ്ടാണ് വിരിപ്പാറ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് തോന്നല് അവർക്ക് എന്തായാലും സംഭവിക്കും. നല്ല തേയിലയാണെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അത് എടുക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടല്ല, ഇപ്രാവശ്യം ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് എടുത്തു വെക്കുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഏകദേശം ഇപ്പൊ നിങ്ങൾ ബിസിനസ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പൊ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഒരു മാസം എനിക്ക് ഈ ഒരു ബ്രാൻഡ് എടുത്തതിന് എനിക്ക് ഒരു മാസത്തേക്ക് എത്ര എണ്ണം വേണ്ടി വരും എന്നുള്ളതൊക്കെ. അപ്പൊ ഒരു സൂര്യനെല്ലിയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 50-60 എണ്ണത്തിന് മുകളിൽ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആ ഒരു 60 എണ്ണം തന്നെ ചിലപ്പോ അല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കും. കാരണം വെച്ചാൽ അത്രയും ക്വാളിറ്റിയുള്ള ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് നന്നായിട്ട് പോകുന്നുണ്ടാവും, സെയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഓർഡർ എടുത്ത് വില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ അതെടുത്ത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് നോക്കൂ എന്നുള്ളത്. അല്ലാതെ നമ്മൾ വില കൂടിക്കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് എത്രയാണ് വില, എത്രയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ ബ്രാൻഡ് ഉണ്ടാവും. നമ്മൾ ഏലക്കാരെ സമീപിക്കുമ്പോഴത്തേക്കും അവിടെ ആ ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ട്, ഇരിപ്പുണ്ട്, ബ്രാൻഡ് ഇരിപ്പുണ്ട്. അപ്പൊ വില എത്ര? കഴിഞ്ഞ വട്ടം ഞാൻ എടുത്തേക്കണത് അപ്പൊ 190 രൂപയ്ക്കായിരിക്കും. ഇപ്രാവശ്യം ഓണം എടുത്തു, ചിങ്ങം എടുത്തു, സിവിൽ സപ്ലൈസുകാർ കയറി സാധനം സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. എത്രയാണ് വില? 200 രൂപയായി. അപ്പൊ വില കൂടി, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വില കൂടി.
അപ്പൊ ഇത് നേരത്തെ കൂട്ടി നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ, നമുക്ക് ഇത് ആദ്യമേ മനസ്സിലായിരിക്കുവാണെങ്കിലുള്ള ഗുണം എന്താ, നമ്മൾ അത്യാവശ്യ സാധനം ആദ്യമേ തന്നെ എടുത്തു വെക്കും എന്നുള്ളതാണ്. കാരണം ഇതുപോലുള്ള ബ്രാൻഡ്, ഇപ്പൊ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും വാംടിയുടെ SFD ആണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത്. ഇത് നമുക്ക് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടി ഇത് 54 കിലോ വരുന്ന ഒരു ബ്രാൻഡാണ് ഇത്. ഹോട്ടൽ ബ്ലെൻഡ് ഇപ്പൊ നമുക്ക് മയൂർ ആയിക്കോട്ടെ, സൂര്യന്റെ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ കൂടെ നമ്മള് ആവറേജ് ഇനിയിപ്പോ അത്തിക്കുന്ന ഇതും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചേർക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ്. മീഡിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ ഇത് മൂന്നും കൂടെ, ഈ ഒരു അത്തിക്കുന്നയും അതോടൊപ്പം തന്നെ ഈ ഒരു വാംടിയും അതോടൊപ്പം ഈ മയൂര അല്ലെങ്കിൽ സൂര്യനെല്ലി, ഇത് ഏതെങ്കിലും കൂടെ നമുക്ക് ചേർക്കുവാണെങ്കിൽ കറക്റ്റ് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് നമുക്ക് ഇത് വിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഇത് സാമ്പിൾ ആണ് കേട്ടോ. ഇത് 5 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്, ഇവിടെ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കിത് 5 എണ്ണത്തില് ഇത് സാമ്പിൾ ആണ്. കമ്പനി ഇതുപോലെ S4 kg അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വാംടിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ, ബ്ലെൻഡ് ചെയ്ത് വാംടി എടുക്കുകയാണെങ്കിൽ പ്രത്യേകത ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് കമ്പനി സാമ്പിൾ എടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു 3 കിലോ തേയില കുറവുണ്ടാവും കേട്ടോ. 3 കിലോ ഇവരിവിടെ KG കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സാമ്പിൾ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ 54 കിലോയുടെ പൈസ ആയിരിക്കും കൂട്ടുന്നത്. അതിപ്പോ അവരും ശ്രദ്ധിച്ചു കാണിയല്ല, പൈസ 54 കിലോയുടെ പൈസ ആയിരിക്കും കൂട്ടുന്നത്. പക്ഷെ ഇവിടെ സാമ്പിൾ S4 kg എന്നുള്ള ഈ ഒരു സാമ്പിൾ ആയത് കാരണം 3 കിലോ തേയില ഇതിനകത്ത് കുറവായിരിക്കും. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കാതെ എടുക്കരുത്. അപ്പൊ ഇതുപോലെയുള്ള ഹോട്ടലുകളിലൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഇതുപോലുള്ള ബ്രാൻഡുകളാണ് ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ ആദ്യമേ കൂട്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു വെക്കാനായിട്ടൊക്കെ നോക്കുക. ഓപ്ഷൻ ഡീലറിനെ സമീപിച്ച് എടുക്കാനായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം വെച്ചാൽ നല്ല വില കുറച്ച് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും ഈ സമയത്ത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അവർ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതൊന്ന് ഹൈപ്പ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും